ഹലോ എവരി വൺ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റൂട്ട് സ്റ്റെബിലിറ്റി വെച്ചിട്ടുള്ള പ്രോബ്ലമാണ് നോക്കിയത്. സോ ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ സ്റ്റാറ്റിക് എറർ കോഎഫിഷ്യൻസ് ഓർ സ്റ്റാറ്റിക് എറർ കോൺസ്റ്റൻസ്. അതിൻ്റെ ഒപ്പം തന്നെ സ്റ്റഡി സ്റ്റേറ്റ് എറർ ഇതെങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് നമ്മൾ സെക്കൻഡ് ടൈപ്പ് ഓഫ് പ്രോബ്ലം. സോ സെക്കൻഡ് മോഡ്യൂളിൽ ബേസിക്കലി രണ്ട് പ്രോബ്ലമാണ്. ഒന്ന് റൂട്ട് സ്റ്റെബിലിറ്റിയും സെക്കൻഡ് വൺ ഈസ് സ്റ്റാറ്റിക് എറർ കോഎഫിഷ്യൻ ആൻഡ് സ്റ്റഡി സ്റ്റേറ്റ് എറർ കണ്ടുപിടിക്കാനുണ്ട്. സോ ബേസിക്കലി നിങ്ങളുടെ തിയറി സെക്ഷൻസ് നോക്കുകയാണെങ്കിൽ ഈ ഡെറിവേഷൻസ് എങ്ങനെയാണ് അല്ലെങ്കിൽ ഈ സ്റ്റാറ്റിക് എറർ കോഎഫിഷ്യൻസിൻ്റെ ഇക്വേഷൻസ് എങ്ങനെയാണ് കിട്ടിയെന്നുള്ളൊരു ചെറിയൊരു ഡെറിവേഷൻസ് ഉണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. അതിൻ്റെ ഒപ്പം തന്നെ സ്റ്റഡി സ്റ്റേറ്റ് എറർ എങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ളൊരു ഡെറിവേഷൻ ഉണ്ട്. അപ്പോൾ പഠിക്കുമ്പോഴത്തേക്കും നിങ്ങൾ തിയറി സെക്ഷനിൽ ഈ ഒരു സെഷൻസ് നോക്കിയിട്ട് പോവുക. 3 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു മോഡൽ പ്രോബ്ലം പഠിക്കേണ്ട ആവശ്യമേ ഉള്ളൂ. ഇതേ അപ്രോച്ചാണ് ഏതൊരു ടൈപ്പ് ഓഫ് പ്രോബ്ലം വരുന്നെങ്കിലും. ഓക്കെ, സോ നമുക്കാദ്യം ക്വസ്റ്റ്യൻ നോക്കാം. സോ ഇവിടെ ഞാൻ എടുത്തേക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ തന്നെയാണ്. സോ ബേസിക്കലി G(s), H(s) നമുക്ക് എക്സാം തന്നേക്കും. ഓക്കെ, ചില സമയത്ത് H(s) എന്തായിരിക്കും? 1 ആയിരിക്കും അല്ലേ? ഫീഡ്ബാക്കാണ്. സോ H(s) ചിലപ്പോൾ 1 എന്ന് തന്നിരിക്കും. ഇല്ല എങ്കിൽ G(s), H(s) തന്നെയായിരിക്കും ട്രാൻസ്ഫർ ഫംഗ്ഷൻ തരുന്നത്. സോ G(s), H(s) ഈക്വൽ ടു ഈ ക്വസ്റ്റ്യൻ S+2 ബൈ S ഇൻറ്റു S+1 ഇൻറ്റു S+10. സോ വി ഹാവ് ടു ഫൈൻഡ് സ്റ്റാറ്റിക് എറർ കോഎഫിഷ്യൻസ് ആൻഡ് സ്റ്റഡി സ്റ്റേറ്റ് എറേഴ്സ്. സോ സ്റ്റാറ്റിക് എറർ കോഎഫിഷ്യൻസ് തന്നെയാണ് സ്റ്റാറ്റിക് എറർ കോൺസ്റ്റൻസ് എന്ന് പറയുന്നത്. നമുക്ക് ബേസിക്കലി 3 സ്റ്റാറ്റിക് എറർ കോഎഫിഷ്യൻസാണ് ഉള്ളത്. ഫസ്റ്റ് വൺ ഈസ് പൊസിഷൻ എറർ കോഎഫിഷ്യൻ, ദാറ്റ് ഈസ് KP. സെക്കൻഡ് വൺ ഈസ് വെലോസിറ്റി എറർ കോഎഫിഷ്യൻ ആൻഡ് തേർഡ് വൺ ഈസ് ആക്സിലറേഷൻ എറർ കോഎഫിഷ്യൻ. സോ സ്റ്റാറ്റിക് എറർ കോഎഫിഷ്യൻസ് അല്ലെങ്കിൽ സ്റ്റാറ്റിക് എറർ കോൺസ്റ്റൻറ്റ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ KP, KB, KA ഏതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. നമുക്ക് ക്വസ്റ്റ്യനിൽ G(s), H(s) തന്നിട്ടുണ്ട്. സോ പൊസിഷൻ എറർ കോഎഫിഷ്യൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇക്വേഷൻ ഈസ് KP ഈസ് ഈക്വൽ ടു ലിമിറ്റ് S ടെൻസ് 0 G(s), H(s). ഓക്കെ, സോ ഇവിടെ എസ്സിന് 0 ഇടുമ്പോൾ നമുക്ക് പൊസിഷൻ എറർ കോഎഫിഷ്യൻ്റ് കിട്ടും. ഓക്കെ, സോ നമ്മൾ G(s), H(s) എന്ന് പറയുന്നത് S+2 ബൈ S ഇൻറ്റു S+1 ഇൻറ്റു S+10 ആണ്. എസ്സിന് 0 ഇടുമ്പോൾ ഫസ്റ്റ് ടേമിൽ 2 കിട്ടും അല്ലേ? 2 ഡിവൈഡഡ് ബൈ എസ് ഇൻ ടേം 0. സോ ബാക്കി കൂടുതൽ സോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല. 2 ഡിവൈഡഡ് ബൈ 0 എന്ന് വെച്ചാൽ എന്താണ്? ഇൻഫിനിറ്റിയാണ്. എനി നമ്പർ ഡിവൈഡഡ് ബൈ 0 ഈസ് ഇൻഫിനിറ്റി. സോ KP വാല്യൂ നമുക്ക് എന്ത് കിട്ടി? ഇൻഫിനിറ്റി കിട്ടി. ഓക്കെ, സോ സെക്കൻഡ് എറർ കോഎഫിഷ്യൻ്റായ വെലോസിറ്റി എറർ കോഎഫിഷ്യൻ നമ്മൾ നോക്കുകയാണ്. ദാറ്റ് ഈസ് KB. KBയുടെ ഇക്വേഷൻ ഈസ് KB ഈസ് ഈക്വൽ ടു ലിമിറ്റ് S ടെൻസ് 0 S ഇൻറ്റു G(s), H(s). സോ ഹിയർ നമ്മൾ എന്ത് ചെയ്യണു? G(s), H(s) സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ എസ്സും എസ്സും ക്യാൻസൽ ഔട്ട് ആയി പോയി. ഓക്കെ, സോ അവിടെ എസ്സിൽ നമ്മൾ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടി? 2 ബൈ 1 ഇൻറ്റു 10. സോ 1/5 ആണ് എന്ത് കിട്ടിയത്? വെലോസിറ്റി എറർ കോഎഫിഷ്യൻ്റ് കിട്ടിയത്. ഓക്കെ, സോ നെക്സ്റ്റ് തേർഡ് നമ്മുടെ സ്റ്റാറ്റിക് എറർ കോഎഫിഷ്യൻ എന്ന് പറയുന്നത് ആക്സിലറേഷൻ എറർ കോഎഫിഷ്യൻ്റ് ആണ്. സോ ആക്സിലറേഷൻ എറർ കോഎഫിഷ്യൻ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ ഈസ് K ഈസ് ഈക്വൽ ടു ലിമിറ്റ് S ടെൻസ് 0 S² ഇൻറ്റു G(s), H(s). സോ നമ്മൾ G(s), H(s) സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ഒരു എസ്സിൻ്റെ പവറും എസ്സിൻ്റെ ടേമും കൂടി ക്യാൻസൽ ഔട്ട് ആയി പോയി. സോ ഫൈൻ നമുക്ക് എന്ത് കിട്ടി? ലിമിറ്റ് S ടെൻസ് 0 S ഇൻറ്റു S+2 ഡിവിഷൻ ബൈ S+1 ഇൻറ്റു S+10. സോ എസ്സിൽ 0 ഇടുമ്പോൾ ന്യൂമറേറ്റർ ടേം 0 ആകും. സോ 0 ബൈ എ നമ്പർ ഈസ് ഓൾവേസ് 0. സോ സ്റ്റാറ്റിക് എറർ കോഎഫിഷ്യൻസ് അല്ലെങ്കിൽ സ്റ്റാറ്റിക് എറർ കോൺസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ 3 എറർ കോഎഫിഷ്യൻസ് ആണ് അല്ലെങ്കിൽ 3 എറർ കോൺസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. പൊസിഷൻ എറർ കോഎഫിഷ്യൻറ്റ് അല്ലെങ്കിൽ പൊസിഷൻ എറർ കോൺസ്റ്റൻറ്റ്, വെലോസിറ്റി എറർ കോഎഫിഷ്യൻ ആൻഡ് ആക്സിലറേഷൻ എറർ കോഎഫിഷ്യൻ KP, KB, KA. ബേസിക്കലി 3 ഇക്വേഷൻസ് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക.
എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ. സോ നെക്സ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് സ്റ്റഡി സ്റ്റേറ്റ് എറർ കണ്ടുപിടിക്കുകയാണ്. സ്റ്റഡി സ്റ്റേറ്റ് എറർ എന്ന് വെച്ചാൽ ESS. സോ നമുക്ക് ബേസിക്കലി 3 ഇൻപുട്ട്സാണുള്ളത്, അറിയാമല്ലോ. സ്റ്റെപ്പ് ഇൻപുട്ടുണ്ട്, റാമ്പ് ഇൻപുട്ടുണ്ട്, പാരബോളിക് ഇൻപുട്ടുണ്ട്. ഓക്കെ. സോ 3 ഇൻപുട്ടിനുള്ള സ്റ്റഡി സ്റ്റേറ്റ് എറർ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ. സോ സ്റ്റെപ്പ് ഇൻപുട്ട് ആണെങ്കിൽ സ്റ്റഡി സ്റ്റേറ്റ് എറർ ESSൻ്റെ ഇക്വേഷൻ ഈസ് 1/1 + KP. സോ ഈ KP ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, എത്രയാണ്? ഇൻഫിനിറ്റി. സോ 1/1 + ഇൻഫിനിറ്റി, 1 + ഇൻഫിനിറ്റി ഈസ് ഓൾവേസ് ഇൻഫിനിറ്റി ആണ്. സോ 1/∞, എനി നമ്പർ ഡിവൈഡഡ് ബൈ ഇൻഫിനിറ്റി ഈസ് 0. സോ ESS ഫോർ സ്റ്റെപ്പ് ഇൻപുട്ട് കണ്ടുപിടിച്ചു. നെക്സ്റ്റ് വൺ ഈസ് ESS ഫോർ റാമ്പ് ഇൻപുട്ട് കണ്ടുപിടിക്കണം. സോ റാമ്പ് ഇൻപുട്ടിൻ്റെ ഇക്വേഷൻ ഈസ് ESS = 1/KV. സോ KV എന്ന് വെച്ചാൽ വെലോസിറ്റി എറർ കോയിഫിഷ്യൻ്റ് ആണ്. KVയുടെ വാല്യൂ 1/5 ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 5 കിട്ടി. ഓക്കെ. സോ ഫൈനലി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ പാരബോളിക് ഇൻപുട്ടിൻ്റെ എന്താണ് നമ്മുടെ സ്റ്റഡി സ്റ്റേറ്റ് എറർ കണ്ടുപിടിക്കാം. സോ ദാറ്റ്സ് ഇക്വേഷൻ ഈസ് ESS = 1/K. സോ Kയുടെ വാല്യൂ ഓൾറെഡി 0 ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ എന്ത് കിട്ടി? 1/0 = ഇൻഫിനിറ്റി. സോ ഇങ്ങനെയാണ് സ്റ്റഡി സ്റ്റേറ്റ് എറേഴ്സ് കണ്ടുപിടിക്കേണ്ടത്. സോ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ നമ്മുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നിട്ട് G(s), H(s) തന്നിട്ട് സ്റ്റഡി സ്റ്റേറ്റ് എറേഴ്സ് കണ്ടുപിടിക്കാൻ മാത്രമായിരിക്കും ചോദിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? സ്റ്റഡി സ്റ്റേറ്റ് എറേഴ്സ് 3 ഇൻപുട്ടിൽ കണ്ടുപിടിക്കണം. സ്റ്റെപ്പ് ഇൻപുട്ട് ആണെങ്കിൽ ESS = 1/1 + KP, റാമ്പ് ഇൻപുട്ട് ആണെങ്കിൽ ESS = 1/KV ആൻഡ് പാരബോളിക് ഇൻപുട്ട് ആണെങ്കിൽ 1/KA. സോ സ്റ്റഡി സ്റ്റേറ്റ് എറർ കണ്ടുപിടിക്കാൻ വേണ്ടി ഫസ്റ്റ് നമുക്ക് എന്താ ചെയ്യേണ്ടത്? സ്റ്റാറ്റിക് എറർ കോയിഫിഷ്യൻ്റായ KP, KV, KA കണ്ടുപിടിച്ച ശേഷം മാത്രമേ സ്റ്റഡി സ്റ്റേറ്റ് എറർ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സോ ഇങ്ങനെയായിരിക്കും ഒരു ബേസിക് സ്റ്റാറ്റിക് എറർ കോയിഫിഷ്യൻ്റ് അല്ലെങ്കിൽ സ്റ്റഡി സ്റ്റേറ്റ് എറർ കോൺസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻസും അതും അല്ലെങ്കിൽ സ്റ്റഡി സ്റ്റേറ്റ് എറേഴ്സ് എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ഈ ഒരു മോഡൽ പഠിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഏതൊരു മോഡലും ചെയ്യാൻ പറ്റും. സാധാരണ ഇതൊരു 3 മാർക്ക്, ഇത് ചെറിയൊരു ക്വസ്റ്റ്യൻ അല്ലേ. സോ 3 മാർക്കിന് ചോദിക്കാം. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ essayയിൽ ഒരു A പാർട്ട് അല്ലെങ്കിൽ B പാർട്ടായിട്ടും ചോദിക്കും. സോ ഇതാണ് മോഡ്യൂൾ 2 പ്രോബ്ലം. 2 പ്രോബ്ലം നമ്മൾ നോക്കി. റൂട്ട് സ്റ്റെബിലിറ്റി നോക്കി, സ്റ്റഡി സ്റ്റേറ്റ് എറർ കോയിഫിഷ്യൻ, സ്റ്റഡി സ്റ്റേറ്റ് എറർ കണ്ടുപിടിക്കാൻ നോക്കി. ഇനി മോഡ്യൂൾ 2 വെച്ചാൽ കുറച്ച് ഡെറിവേഷൻസ്. സോ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 ഡെറിവേഷൻസും കൂടെ ഞാൻ എടുക്കാം. ഓക്കെ. നമുക്ക് സമയമില്ല, കാരണം എക്സാം ഇങ്ങ് അടുത്തു. അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു 2 ഡെറിവേഷൻ കൂടെ പറഞ്ഞു തരാം. അതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് തിയറി ക്വസ്റ്റ്യൻസും കൂടെ പറയാം. അതും കൂടെ നോക്കുകയാണെങ്കിൽ നമുക്ക് മോഡ്യൂൾ 2 പെട്ടെന്ന് കവർ ചെയ്യാം. ടെൻഷനൊന്നും വേണ്ട. കൺട്രോൾ സിസ്റ്റം കുറച്ച് എളുപ്പമുള്ള ഒരു പേപ്പർ തന്നെയാണ്. ഓക്കെ. സോ നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ വരുന്നത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കത്തുള്ളൂ.